സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയും സ്കൂൾ ബസ് ജീവനക്കാർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസും ആരംഭിച്ച മോട്ടോർ വാഹന വകുപ്പ്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കാനാണ് ആർടിഒയുടെ നിർദ്ദേശം. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളിൽ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഞാനിപ്പോൾ ഉള്ളത് ചേവായൂരിലെ ആർടിഒ ഗ്രൗണ്ടിലാണ്. ഇവിടെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. കർശനമായിട്ടുള്ള പരിശോധനയാണ് സ്കൂൾ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. എല്ലാ വർഷവും ഈ സമാന രീതിയിൽ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപായി തന്നെ ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയും അതോടൊപ്പം തന്നെ സ്കൂൾ ബസ്സിലെ ജീവനക്കാർക്കായി പ്രത്യേക ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. ഒന്ന് കോഴിക്കോട് ആർടിഒയുടെ കീഴിലുള്ള ചേവായൂർ ആർടിഒ ഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലും രണ്ടിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. വടകരയിൽ ഇന്നും അതോടൊപ്പം തന്നെ അടുത്ത ശനിയാഴ്ചയുമായിട്ടാണ് പരിശോധന നടക്കുക. ഈ വാഹനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് പ്രധാനമായും ഈ പല കാര്യങ്ങളും പല നിബന്ധനകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അവയെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതായത് പോലീസിന്റെയും ആർടിഒയുടെയും ചൈൽഡ് ഹെൽപ്പ് ലൈൻ സ്കൂൾ എന്നിവയുടെ ഫോൺ നമ്പറുകൾ ഈ വാഹനങ്ങളിൽ കർശനമായും രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള GPS സിസ്റ്റവും അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സും നിർബന്ധമായും സ്കൂൾ ബസ്സുകളിൽ ഉണ്ടാവണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ കൃത്യമായും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ആർടിഒവിന് കീഴിലുള്ള സ്കൂളുകളിലെ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമാനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധന തൊട്ട് സമീപത്ത് തന്നെയുള്ള മറ്റ് ഇടങ്ങളിലും നടക്കുന്നുണ്ട്. വടകരയിൽ ഇന്നും അതോടൊപ്പം തന്നെ ശനിയാഴ്ചയുമായിട്ടാണ് ഈ പരിശോധനകൾ നടക്കുക. എന്ത് തന്നെയാണെങ്കിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ അത് ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഉദ്ദേശം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രത്തോളം കർശനമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നതും. ഈ പരിശോധനയ്ക്ക് ശേഷം ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ വാഹനത്തിലെ മറ്റ് ജീവനക്കാർക്കുമായിട്ടുള്ള പരിശീലന ക്ലാസും ഓറിയന്റേഷൻ ക്ലാസും നടക്കും. ആ ക്ലാസ്സിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഈ സ്കൂൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും മോട്ടോർ വാഹന വകുപ്പ് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരിശോധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ പുതുപ്പാടിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.